ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് വി ശിവൻകുട്ടി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനം അവമതിപ്പുണ്ടാക്കി. ആര്യയെ കാറിൽ കയറ്റിയാൽ പോൾ സ്ത്രീകൾ പോലും എതിർത്തു. സ്വാഭാവികം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. 1000 വോട്ട് ലീഡ് പ്രതീക്ഷിച്ചിടത്ത് കിട്ടിയത് 5 വോട്ട് മാത്രമാണ്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ശിവൻകുട്ടിയുടെ വിമർശനം. ഒരു ഭൂലോകരംഭ. പിന്നെ ഈ ഭൂലോകം തന്നെ അവളുടെ കൈവെള്ളയിലാണെന്ന് അവളുടെ വിചാരം. നേരത്തെ കോർപ്പറേഷൻ തോൽവിക്ക് കാരണം മേയർ ആണെന്നുള്ള വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവിക്കും കാരണം ആര്യ രാജേന്ദ്രനാണെന്നുള്ള വിമർശനം ഉയർത്തുന്നു. അത് ഉയർത്തുന്നത് ശിവൻകുട്ടിയാണ്. കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. ആ ലെവലാദികള്. ആര്യ രാജേന്ദ്രനെ വാഹനത്തിൽ തന്റെ സ്വന്തം വാഹനത്തിൽ കയറ്റിയപ്പോൾ പോലും, തെരഞ്ഞെടുപ്പ് സമയത്ത് കയറ്റിയപ്പോൾ പോലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം അത് പ്രതികൂലമായ ഒരു പ്രതികരണമായിരുന്നു. ഇത് മനഃപൂർവ്വം തന്നതാ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. കാർ തുപ്പുന്ന തരത്തിലായിരുന്നു സ്ത്രീകളുടെ പല ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ പോലും വന്നതെന്നായിരുന്നു വി ശിവൻകുട്ടി ഇന്നത്തെ യോഗത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്തായാലും ആര്യ രാജേന്ദ്രനെ ഇത്തരത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇപ്പോൾ വി ശിവൻകുട്ടി കടുത്ത നിലപാട് പ്രകടിപ്പിച്ചും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി.